എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് അവൽ വിളയിച്ചത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവൽ വിളയിച്ചതാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ശർക്കര വന്നിട്ട് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ശർക്കരയിൽ വന്നിട്ട് അഴുക്കൊന്നുമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ശർക്കര അഴുക്കുണ്ടെങ്കിൽ അത് അരിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കശുവണ്ടി അല്ലെങ്കിൽ കാഷ്യൂനട്ടാണ്. ഈ കാഷ്യൂനട്ട് വന്ന് മുഴുവനായിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് രണ്ടായിട്ട് ഇത് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നെയ്ക്കകത്തിട്ട് വറുക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. പിന്നെ എടുത്തിരിക്കുന്ന ബദാമാണ്, ബദാം അല്ലെങ്കിൽ ആൽമണ്ട്. ആൽമണ്ടും വന്നിട്ട് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഡ്രൈ ഗ്രേപ്സ്, ഉണക്കമുന്തിരിയാണ്. അതും ഇങ്ങനെ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് നിലക്കടല അല്ലെങ്കിൽ പീനട്ട്. ഇത് ഞാൻ തൊലി കളഞ്ഞ പീനട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതും എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഈന്തപ്പഴം അല്ലെങ്കിൽ ഡേറ്റ്സ്, അതും കൂടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു പാൻ വെച്ച് അതിനകത്ത് നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. നെയ്യ് ഒഴിച്ച് ബദാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ബദാം വന്നിട്ട് നമ്മളുടെ ചീത്ത കൊളസ്ട്രോളിനെ നീക്കം ചെയ്യുന്ന ഒന്നാണ്. അതായത് ഇത് കരളിൻ്റെ ആരോഗ്യത്തിന് ബദാം വളരെ നല്ലതാണ്. അതേപോലെ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഈ ബദാം കഴിക്കാവുന്നതാണ്. എപ്പോഴും ബദാം വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും ശരീരത്തിന് ഉത്തമമായിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ടും ഇങ്ങനെ നെയ്യിലിട്ട് നമ്മൾക്ക് വറുത്തെടുക്കുക. അപ്പം നെയ്യില്ല എങ്കിൽ വെളിച്ചെണ്ണ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ദിവസവും കാഷ്യൂനട്ട് കഴിക്കുന്നത് ഹൃദ്രോഗം, അർബുദം, പ്രമേഹം പോലുള്ള അസുഖങ്ങൾ തടയാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പം അതും കൂടെ നമ്മൾക്ക് ഇങ്ങനെ നെയ്യിൽ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു പ്ലേറ്റിനകത്തിലിട്ട് മാറ്റിയെടുക്കാം. പിന്നീട് എടുത്തിരിക്കുന്നത് ഉണക്കമുന്തിരി അല്ലെങ്കിൽ ഡ്രൈ ഗ്രേപ്സ് ആണ്. വൈറ്റമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഉണക്കമുന്തിരിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നതുമായ ഒന്നാണ്. പിന്നെ എടുത്തിരിക്കുന്നത് പീനട്ട് അല്ലെങ്കിൽ നിലക്കടലയാണ്. ഇതിൽ ഒത്തിരി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഈ പീനട്ടിൽ വൈറ്റമിൻ B1, E, B3, B9 എന്നിവയും മഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ദിവസവും ഒരു പിടി നിലക്കടല കഴിക്കുന്നത് ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ എടുത്തിരിക്കുന്നത് ഡേറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഈന്തപ്പഴം. പോഷകങ്ങളുടെ ഒരു കലവറയാണ് ഡേറ്റ്സ്. അതേപോലെ ഇതിൽ ഫൈബർ, പ്രോട്ടീൻ, വിറ്റമിൻ തുടങ്ങിയ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയും നട്ട്സുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഒരു മുറി തേങ്ങ ചികരികിയത് എടുത്തിട്ടുണ്ട്. അതും ഇങ്ങനെ കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് ഇതിനെ. അതായത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരേക്കും ഇതിനെ വന്നിട്ട് നമ്മൾക്കിങ്ങനെ നെയ്യിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതും നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ എല്ലാ നട്ട്സുകളും വറുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങയും വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഉണക്കലുള്ള തേങ്ങ ഇതുകൂടെ ഇങ്ങനെ ഇത്രയും നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ നെയ്ക്കകത്തിട്ട് ഇതും കൂടെ വറുത്തെടുക്കും. ഇത് വളരെയധികം ടേസ്റ്റ് നൽകുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സോഫ്റ്റായിട്ടുള്ള അവൽ വിളയിച്ചതാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമാകും. അതായത് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ അവൽ വിളയിച്ചത്.
കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം തന്നെ ഇഷ്ടപ്രകാരം കഴിക്കാവുന്ന ഒന്നാണ് ഈ അവൽ വിളയിച്ചത്. ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഇത് വളരെ ടേസ്റ്റ് കൂടും. ഇതും കൂടെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരേക്കും നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നെയ്യ് വേണമെന്നില്ല, നെയ്യില്ലാത്തവർ വെളിച്ചെണ്ണ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് അവലാണ്. ഇവിടെ ഞാൻ 2 പാക്കറ്റ് അവലെടുത്തിട്ടുണ്ട്. അവൽ എപ്പോഴും നമ്മളുടെ ശരീരത്തിന് വളരെയധികം ഗുണം നൽകുന്ന ഒന്നാണ്. ഈ അവൽ ഉണ്ടാക്കുന്നത് നെല്ലിൽ നിന്നാണ്. എന്നാൽ അരിയേക്കാട്ടിൽ വളരെയധികം ഗുണങ്ങൾ കൂടുതലുള്ള ഒന്നാണ് അവൽ. ഈ അവലിൽ എല്ലിനും പല്ലിനും ബലം നൽകുന്ന പോഷകങ്ങൾ വളരെയധികം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മുതിർന്നവരും കുട്ടികളും വന്നിട്ട് അവൽ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല. വളരെയധികം ഫൈബറുള്ള ഒന്നാണ് അവൽ. ഈ അവലും വന്നിട്ട് ഇങ്ങനെ നെയ്ക്കകത്തിട്ട് ലൈറ്റ് ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ശർക്കരയിൽ നിന്നിട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന ഈ ശർക്കരയിലേക്ക് ആ തേങ്ങ ഇട്ട് കൊടുത്തു. തേങ്ങ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി. അത് നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി വന്നിട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ്. ആ ശർക്കരയിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവലെടുത്ത് ഇതിലേക്ക് എല്ലാ നട്ട്സുകളും, വറുത്ത് വെച്ചിരിക്കുന്ന അവലിലേക്ക് എല്ലാ നട്ട്സുകളും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് തേങ്ങയും ശർക്കര ഉരുക്കിയതും കൂടെ ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ ഇപ്പം നട്ട്സുകളും ശർക്കര ഉരുക്കിയതും തേങ്ങയും എല്ലാം ഇതിനകത്ത് ഈ അവലിലേക്ക് ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ശർക്കരയുടെ എല്ലാ ഗുണങ്ങളും എല്ലാ ഭാഗത്തുമായിട്ട് എത്തണം. അതുകൊണ്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്തിട്ട് നമ്മൾക്ക് ഒരു അരമണിക്കൂർ ഇത് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ ഈ ശർക്കരയുടെ ഈ എല്ലാ മധുരവും വന്ന് ഇതിനകത്തിലേക്ക് ചേരുന്നതാണ്. ഈ ശർക്കര വന്നിട്ട് നിങ്ങളുടെ മധുരത്തിന് ആവശ്യപ്രകാരം ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ഇവിടെ അവൽ വിളയിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.